ഇഡിക്കെതിരെ CPM ആക്രമണത്തിൽ പിടിയിലായവരുടെ എണ്ണം 16 എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ഏറ്റവും പുതിയ ഒരു അറസ്റ്റ് കൂടി അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 16ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാഹുൽ കരകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ നിരവധി ആളുകളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ പരിശോധന നടത്തി മടങ്ങിയ ഇഡി സംഘത്തിന് നേരെയുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ പേരിൽ പോലീസ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് വ്യാപകമായ പരിശോധനകളിലേക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ കടന്നത്. ആ പരിശോധനകൾക്കിടയിലാണ് 11 പേരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ CPMന്റെ യുവ നേതാക്കളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡിവൈഎഫ്ഐയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും പോലീസിന്റെ അന്വേഷണം നീളുന്നുണ്ട്. ഇവർ ആരും തന്നെ തിരുവനന്തപുരം ജില്ലയിലേ ഇല്ല എന്ന വിലയിരുത്തലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. വീടുകളിലടക്കം കയറി പുലർച്ചെ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആരെയും അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായി IP ബിനു, ആറ്റിങ്ങൽ ഉണ്ണി, പാളയം സന്തോഷ് ഈ 3 യുവ നേതാക്കളെ പിടികൂടുന്നതിന് വേണ്ടി പുലർച്ചെ മുതൽ വ്യാപകമായ പരിശോധന തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവർ എവിടെയാണ് എന്ന കാര്യത്തിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനിടെയാണ് പോലീസിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രണ്ടാമത് മറ്റൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ ഇഡി ഉദ്യോഗസ്ഥരും അതോടൊപ്പം CRPF ഉദ്യോഗസ്ഥരും അതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥരും പരാതിക്കാരായ 2 എഫ്ഐആറുകളാണ് മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ ഗുരുതരമായ വകുപ്പുകൾക്ക് ഒപ്പം PDPP ആക്ട് കൂടി ചുമത്തിക്കൊണ്ടാണ് ഈ കേസുകളെല്ലാം. അതുകൊണ്ട് തന്നെ നാശനഷ്ടം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം വാഹനങ്ങൾ തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാമ്യം പോലും ലഭിക്കാത്ത തരത്തിലേക്ക് ഈ കേസിനെ കടുപ്പിക്കുക എന്നൊരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനിടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിനെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത്. അദ്ദേഹത്തോടൊപ്പം ഇന്റലിജൻസ് മേധാവി P വിജയനും ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് A ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപത്തിന്റെ ഗൌരവം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടിയാണ് ആഭ്യന്തര വകുപ്പ് കടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൂടി ഇന്റലിജൻസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പ്രാഥമികമായി ഈ ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി പുറത്തേക്കൊഴുകുന്നതിൽ ഇറങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന വിലയിരുത്തലാണ് പോലീസുള്ളത്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും അത് ശരിവെക്കുന്നുണ്ട്. പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന പ്രതിഷേധങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടും 2 മണിക്കിടയിൽ എന്തുകൊണ്ട് ആവശ്യത്തിന് സേനാവിന്യാസം അവിടെ ഉണ്ടായില്ല? 300 പോലീസുകാരെ മാത്രമാണ് അവിടെ വിന്യസിച്ചത്. അതിനപ്പുറത്തേക്ക് പ്രകോപനപരമായ ഒരു സാഹചര്യത്തിലേക്ക്, സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങുന്ന കാര്യം നേരത്തെ മനസ്സിലാക്കിയിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടത് കൃത്യമായി ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എന്തുകൊണ്ട് ഈ സ്ഥലത്ത് ഇല്ലാതെ പോയി? ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്റലിജൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നലെ അവധിയിൽ ആയിരുന്ന കാര്യവും ഏറെ ചർച്ചയായി മാറുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവധിയിലേക്ക് കമ്മീഷണർ മാറിയത് എന്നതിനെക്കുറിച്ചും ഇന്റലിജൻസ് വിവരം തേടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.